ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിരിക്കണു. പിന്നെ ഞാനൊരു ചെറിയ ഫേസ് പാക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സാധനം ഇന്നത്തെ. അപ്പോൾ നല്ല പഴുത്ത പപ്പങ്ങയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ഫേസ് പാക്കൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ച് ഉപ്പും മുളകും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറുക കേട്ടോ. ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ പുളി കേട്ടോ. കുറച്ച് മതി, കൂടരുത്. ഇത് കഴിച്ചു നോക്കുക. സൂപ്പർ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഉണ്ടായതല്ല കേട്ടോ, അടുത്ത വീട്ടിലാണ്. ഇവിടെ ഉള്ളതും കൂടെ അവിടെ ഉള്ളതും കൂടെ ഒക്കെ അയൽവക്ക സ്നേഹം അങ്ങനെയാണല്ലോ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നല്ല മധുരം ഉണ്ട് കേട്ടോ. മൂത്ത് തേക്കാനൊന്നും തോന്നില്ല, അത്രയും നല്ല ടേസ്റ്റുള്ള പപ്പങ്ങ കേട്ടോ. നാടനാണ്. ഇത് കണ്ട, ഇങ്ങനെ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുക. തിന്ന് കഴിഞ്ഞിട്ടൊക്കെ മതിയില്ലേ ഫേസ് പാക്കൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം. പഴുത്ത പപ്പക്കായ, തേൻ, റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ, നിങ്ങൾക്ക് ഇത് മൂത്ത് ചെയ്യുന്നതും കൂടി കാണിച്ചു തരണ്ടേ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്ലൻസിങ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഒന്ന് പരട്ടാം കേട്ടോ. പൊട്ടെടുത്ത് മാറ്റാം. അപ്പം ഇങ്ങനെ പപ്പക്കായ കിട്ടുമ്പോൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കുറച്ച് മതി. ഞാൻ ഓൾറെഡി മുഖമൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളത് തന്നെയാണ്. എന്നാലും വെറുതെ എന്ത് ചെയ്യുമ്പോഴും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ. അപ്പോൾ കഴുത്തൊക്കെ ഒന്ന് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ റോസ് വാട്ടർ വെച്ച് മുഖമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൊട്ടാട്ടോ കയ്യുമ്മേ. മാലയൊക്കെ ഊരാട്ടോ, മാല ഊരാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ, ഇത് മസാജ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഡബിൾ ചെയിനൊക്കെ ഇല്ലേ, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഇത് വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴുത്തിലാക്കണം. ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ 10 മിനിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകാം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം ഇങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. വയലിലേക്കാകുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. വേറെ ഒന്നും ഉപയോഗിക്കേണ്ട, സോപ്പോ ഒന്നും വേണ്ട. നല്ല തിളക്കം വരും. അപ്പോൾ കഴുത്തൊക്കെ തുടച്ചെടുക്കുക. അങ്ങനെ തണുത്ത വെള്ളത്തിൽ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പപ്പായ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ കേട്ടോ ഏറ്റവും നല്ലത്. മേടിച്ച പപ്പായ മുഖത്തിടാനൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു കഷ്ണം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. നല്ല ബ്രൈറ്റനിങ്ങും പിന്നെ നല്ലൊരു തിളക്കൊക്കെ മുഖത്തിന് വരും. അപ്പോൾ ചെയ്ത് നോക്കണം. ഇത് നല്ല ഇങ്ങനെ പഴുപ്പ് കൂടിയിട്ടുള്ള പപ്പായ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ പഴുപ്പ് കൂടണതായാലും മുഖത്തിടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ വേണ്ടാതെ വെച്ച് കളയരുത്. കഴിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഉപ്പ് കളയുമല്ലോ, പിന്നെ കളയരുത്. അപ്പം നമ്മുടെ വെറുതെയെങ്കിലും എടുത്ത് മുഖത്ത് തേച്ചാൽ നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.